വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇത് സെക്കൻഡ് വീഡിയോ ആണ്. മുന്നത്തെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഓ ഗൈസ്, ഒറ്റയടിക്ക് 2 പക്ഷി. ഓ ഗൈസ്, ഒറ്റയടിക്ക് 3 പക്ഷി. നമ്മളങ്ങനെ എടുത്തു. ഓ UAP കിട്ടിയൊരു സാധനം. എൻ്റെ വലിയ സ്കിന്നൊന്നുമില്ല, ആക്രോസ് കണ്ടിട്ട് ഉണ്ട് ഹെഡ് കയറി. പിന്നെ ഞാൻ ഫസ്റ്റ് റെക്കോർഡിങ് ആണെന്ന് കരുതി ഇത് ചെയ്തു, പക്ഷേ റെക്കോർഡിങ് അല്ലായിരുന്നു ഗൈസ്. ഓക്കെ, 8 സ്ട്രൈക്ക് ഉണ്ട് ഗൈസ്. മലയാളം തോന്നുന്നത് എനിക്കറിയാം. ന്യൂബീറ്റ അവൻ്റെ ഇതൊക്കെ കണ്ടിട്ട്, അവതാറും ബാനറൊക്കെ കണ്ടിട്ട് പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഐ മീൻ ഓൾഡ് ഐഡിയാന്ന് തോന്നുന്നു. പ്രോ പ്ലെയർ ആയിരിക്കും ഗൈസ്, കാരണം 8 സ്ട്രൈക്കൊക്കെ. പിന്നെ അവൻ്റെ കളി അത്യാവശ്യം കൊള്ളായിരുന്നു. കാരണം ഈ 2 കിൽ എടുത്ത് ഞാൻ നോക്കുമ്പോൾ അവൻ 1 ടാപ്പാണ് ഗൈസ് അടിച്ച ആദ്യത്തെ റൗണ്ട്. 1 ടാപ്പല്ലേ? സെക്കൻഡ് റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ആദ്യത്തെ റൗണ്ടായിരുന്നു ഗൈസ്. ഇത് 3rd റൗണ്ട് ആണ്. പിന്നെ നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയായിരിക്കും എനിക്ക് 7 ബുജ സ്ട്രൈക്ക് ഉണ്ട്. ബുജ സ്ട്രൈക്ക് നീ കളയരുത്. അയ്യോ, എന്താ ചുമ്മാ എയറിലേക്ക് ഞാൻ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കളി നോക്കത്തില്ല, അവൻ പ്രോ പ്ലെയറാണ്. പ്രോ പ്ലെയർ ആയതുകൊണ്ട് കളി നോക്കില്ല. ഞാൻ സത്യം ഇടാൻ പറയണേ, ഗുമ്മാ 2 ആണോ ഈ ന്യൂബിറ്റിയും മറ്റവനും പ്രോ പ്ലെയറാണ്. ഞങ്ങൾ റിവൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലോണം കളിച്ച് നമ്മളവനെ കയറി ചെന്നിട്ട് മേടിക്കിട്ട് ഞാൻ അടിച്ചില്ല. കാരണം എനിക്ക് എൻ്റെ ടീമേറ്റ്സിൻ്റെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ഗൈസ് നമ്മൾ 4 കിലോ എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഡാമേജ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ 767 ആണ് ഗൈസ്. ഫാൻസി നമ്പറാണ് ഒരു വകയിൽ പറഞ്ഞാൽ. നമ്മളുടെ ടീമേറ്റ്സിൽ ഏറ്റവും, അതായത് ലാസ്റ്റ് കിടക്കുന്നവർ വരെ 796 ഉണ്ട്. എന്നേക്കാൾ വേലയാണ്. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഞാനാണ്. എന്നിട്ടാണ് ഗൈസ് എനിക്ക് 4 കില്ല്. ഈ ഇത് വെച്ചിട്ട് 1000 താഴെ ഡാമേജിൽ ഞാൻ MVP ആണെങ്കിൽ കിട്ടിയിരിക്കും ഗൈസ്. അവന് 4 കില്ല്, എനിക്ക് 4 കില്ല്, മറ്റവന് 4 കില്ല് ഗൈസ്. മറ്റവന് 0 കില്ലാണ്. ബട്ട് നോ വറീസ്, ഞങ്ങൾ 3 ആൾ അത്യാവശ്യം കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ടീം വലിയ കളിയില്ലെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞോടാ. ചിലപ്പോൾ എനിക്ക് നെറ്റ് ഇഷ്യൂ ഇടുന്നതായിരിക്കും, എനിക്ക് അറിഞ്ഞോടാ ഗൈസ്. പുതിയ സെറ്റപ്പാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാം. വെടിയൊന്നും കിട്ടത്തില്ല, കിട്ടുന്ന സാധനം തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാ ഗൈസ്. ഒന്നും കയറണ്ട, ഞാൻ ചോട്ടിൽ പോയി കളിക്കുന്നു. ഓ, അവിടെ ഇട്ടുണ്ട്. ബാക്കിൽ നിന്ന് അടി കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാം. അപ്പം ബാക്കിൽ നിന്ന് അടി കിട്ടത്തില്ല. സ്കാറ്. ഓ ഗൈസ്, നമ്മുടെ ടീമേറ്റിൻ്റെ അത് പുതിയൊരു സ്കില്ലുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ക്രോണോയുടെ സെറ്റപ്പ് പോലെയാണ് ഗൈസ്. ഒരു ഇത് വരും, അതിൻ്റെ അകത്ത് നിങ്ങൾ ഗ്ലൂ ഇടാൻ പറ്റില്ല. കൂടെ എനിമിക്കാണെങ്കിൽ അവന് ഡാമേജ് കിട്ടും. എനിക്കും ഗ്ലൂ ഇടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ നല്ല ഡാമേജ് കിട്ടും. 8 കണ്ട് കിട്ടും ഈച്ച് സെക്കൻഡെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ചത്തത്. ഞാനിത് എന്താ ചുമ്മാ ചത്തതെന്ന്. നമ്മളെ ടീമേറ്റ് ഒന്നും നോക്കത്തില്ല, വെടി പോലും വെച്ചില്ല ആരും. ഓ, അവനെ നോക്കിട്ട് ഞാൻ നിങ്ങളെ ട്രിക്ക് കാട്ടിത്തരാം. ഞാൻ അവരത്ര ഇവിടെ ചാവുന്നത് കരുതിയില്ല. ഞാൻ കരുതി USB കൊണ്ട് അവരെ കൊന്നിട്ട് പ്രോ കളി കാട്ടിത്തരാമായിരുന്നു. പക്ഷെ അവനെ ചുമ്മാ ഒന്ന് പിടിച്ചപ്പോഴത്തേനും അവൻ ചത്തുപോയി ഗൈസ്. UMPക്ക് നമുക്ക് 80 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മറ്റവനൊന്ന് ഇൻവൈറ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങാനും വന്നാലോ. അവൻ കിട്ടില്ലാണ് ന്യൂബിറ്റ. ഇതുപോലെ തന്നെ ഞാൻ വേറെ ഏതൊരു തന്നെ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ ഇടാം. ആൾക്ക് നല്ല ഇതൊക്കെ ഉണ്ട്. ഇവനും ഇടാം, കാരണം ഇവൻ നല്ലോണം കളിച്ചു. പിന്നെ ഞാൻ നിങ്ങളെ ചില ഇത് കണ്ടിത്തരാം. ഇത് എൻ്റെ അക്കൗണ്ടിനെ പറ്റിയിട്ട് ചില ഇത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം കാണും. എൻ്റെ ഗിൽഡ് ഏതാണ്, അങ്ങനെ നിങ്ങൾ ഓക്കെ, ഇതാണ് എൻ്റെ പ്രൊഫൈല്. ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് ഹെഡ് ഷോട്ടും CS അങ്ങനെയുള്ള സെറ്റപ്പ്. പിന്നെ എൻ്റെ ലെവൽ 34ആണ്. 151 ലൈക്ക് ഉണ്ട് ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ. പിന്നെ എൻ്റെ UID ഇതാണ്. നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാം, പക്ഷേ എനിക്ക് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും. അതായത് മലയാളിയാണോ എന്ന് എനിക്കറിയില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഈ വീഡിയോയുടെ അടി കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക, FF നെയിം.
നിങ്ങൾക്ക് എന്നെ ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഓക്കെ. ഇതാണ് ഞാൻ സ്ട്രൈക്ക് എടുത്തത്. ഇന്ന് ഞാൻ കളിച്ചത് അതൊക്കെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. പിന്നെ ഈ സാധനം ഇത് എനിക്ക് എൻ്റെ വിഷ് ലിസ്റ്റ് എങ്ങനെയാണ് വന്നത് എനിക്ക് അറിഞ്ഞു. ഇത് ഇമോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടില്ല സാധനം ഗൈസ്. അതായത് ഒന്നും കാണില്ല. റെയിൻബോ സ്പെയറി റൈഫിൾ അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഇമോട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് എന്തോന്നാന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഹോണർ സ്കോർ ഇതൊന്നും വലുതായിട്ടൊന്നും പറയില്ല ഗൈസ്. പിന്നെ ഇത് നിങ്ങൾ നോക്കണ്ട, അതെന്തോ സംഭവം പറ്റിയതാണ്. ഓക്കെ, ഇത് ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒന്നും ഐ മീൻ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാനിത് എന്തിനാണ് ചെയ്തെന്ന് എനിക്കറിയാം. ഞാൻ ഒരു നല്ല കുട്ടിയാണ്, അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ മാറ്റിക്കളയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ കേട്ടോ, പിന്നെ ഗൈസ് നമ്മുടെ ഗിൽഡ് കാർഡറാം ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ ഗിൽഡ് കാട്ടിത്തരാം. ഇതാണ് ഗൈസ് എൻ്റെ ഗിൽഡ്, KL ലെജൻസ്. ഇതിൻ്റെ ഓഫീസർ നമ്മളാണ്. ലെജൻഡേക്കാണ് ലീഡർ ആവും കയറിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഗിൽഡിന് ലീഡർ എന്ന് പറഞ്ഞാൽ 3 ലീഡേഴ്സ് ഉണ്ട് ഗൈസ്. മെയിൻ ലീഡർ ഞാനാണ്. ഓക്കെ, സെക്കൻഡാണ് ലെജൻഡേക്ക്, ദെനാണ് ക്രോക്സി. പക്ഷേ ഇപ്പം ലെജൻഡേക്കാണ് ലീഡർ. പക്ഷേ ലെജൻഡേക്ക് ഇടയ്ക്ക് മാറും, ഇടയ്ക്ക് ക്രോക്സി ആവും, ഇടയ്ക്ക് ഞാനാവും. അതിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് സ്ഥിരം തന്നെ ആയിരിക്കും. പിന്നെ ക്രോക്സിയാണ് ഇപ്പോഴത്തെ ആക്റ്റീവ് ലീഡർ, അവൻ തന്നെ ആയിരിക്കും എന്ന് തോന്നണം. ഓക്കെ, പിന്നെ ഡെത്തിങ് ഡൂക്കാലനുണ്ട് ഗൈസ്. ഡെത്തിങ് 2 ദിവസമായിട്ട് കയറിയില്ല എന്താ. പിന്നെ നമ്മുടെ ഗിൽഡിലെ പ്ലേയേഴ്സിനൊക്കെ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇതാണ് സ്കിഡു, മലയാളിയാണ് ഗൈസ്. മലയാളി ഗേൾ പവർ എന്നൊക്കെ കാട്ടിയുണ്ട്. മലയാളി ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കണേ. ഓൾഡ് പ്ലെയറാണെന്ന് തോന്നുന്നു, കാരണം കുറച്ച് ഓൾഡ് സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 33 ലെവലിലുള്ള പുതിയ പ്ലെയറാണ്. പക്ഷേ 2 വർഷം ഓൾഡാണ് ഗൈസ്. സത്യം പറഞ്ഞു പുതിയ പ്ലെയറാണെന്ന് ഞാൻ പറയാൻ കാരണം ലെവൽ നോക്കിയിട്ട് നിങ്ങൾ പറയരുത്. എല്ലാ ദിവസവും ഒന്ന് ലോഗിൻ ചെയ്യും, അതായിരിക്കും മെയിൻലി. ഇത് നോക്കുകയാണെങ്കിൽ കാണും ആകെപ്പാടുള്ളത് 3 ബുയാ പാസ്സാണ് കളിച്ചേക്കണേ, 2 ലൈ പാസും. അത് തന്നെ മതി. ഇപ്പോഴത്തെ പ്ലേയേഴ്സൊക്കെ ബുയാ പാസ് തുടങ്ങി കളിക്കണേ, പക്ഷെ അവർ അഹങ്കാരം കാണും. ഓക്കെ, മലയാളി ഗേൾ പവർന്ന് അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെജൻഡേക്കാണ്. ലെജൻഡേക്കയുടെ ഞാൻ ഡ്രസ്സ് ഡൗൺലോഡ് ചെയ്തതാണ്. പിന്നെ അവൻ എന്തൊക്കെയോ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 4000 സംതിങ് ലൈക്കൊക്കെ ഉണ്ട്. ഇവിടെ അവൻ എന്തൊക്കെ എഴുതി വെച്ചിട്ട് ബിഗ് ഫാൻ ഓഫ് ഗെയിമിങ് വിത്ത് ഞാൻ എവരി വൺ സബ് ഹിസ് ചാനൽ എന്നാന്ന് തോന്നുന്നു ഗൈസ്. ആരാന്ന് എനിക്ക് അറിഞ്ഞാടാ. പിന്നെ ക്രോക്സി ഗൈസ്, ഞാൻ ആകപ്പാടി ഇപ്പോൾ കുറച്ച് പേരെ കാട്ടിത്തരാം. ക്രോക്സി പിന്നെ അവൻ്റെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. വേഗം ഞാൻ കാട്ടി പോവാണ്. ഓക്കെ, ഡെത്തിങ് വേഗം ആൾക്കാരെ കാട്ടിത്തരാം. ഇതൊക്കെയാണ് ഗൈസ് മലയാളി ഗൈസ്. ഇതാണ് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ, അതായത് ഡെത്തിങ്ങിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഐ മീൻ ID. അപ്പോൾ നിങ്ങൾക്ക് അവനെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, പിന്നെ ഓക്കെ ഗൈസ്, ഞാൻ ഡൂക്കാനെ കൂടി പറഞ്ഞ് നിർത്താൻ തൽക്കാലം. എനിക്ക് അത്രയും വരെ പറയാൻ പറ്റും. ഐ ലവ് യു. ഓക്കെ ഗൈസ്, അത് ഞാനിവിടെ നിങ്ങൾ ഓക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗിൽഡിൽ 8 യൂട്യൂബേഴ്സ് ഉണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യുക. ക്രോക്സി ഉണ്ട്, അവൻ്റെ പേര് ക്രോക്സി തന്നെയാണ് യൂട്യൂബിൽ. പിന്നെ ഗെയിമിംഗ് വിത്ത് ലെജൻഡേക്ക്. പിന്നെ ഞാൻ ഗെയിമിംഗ് വിത്ത് ആണ്. പിന്നെ കുറേ എണ്ണം ഉണ്ട്, പക്ഷേ എനിക്ക് പറഞ്ഞു നിർത്താൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗൈസ്. ബൈ.